ഇന്ദു പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അവർക്ക് എല്ലാത്തിനും അവരുടേതായ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ അത് വല്ലാത്തൊരു ചുറ്റുപാടിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 40,000-ഓളം ഡിവോഴ്സ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേറിയ ശതമാനത്തിൻ്റെയും കാരണം എന്താണെന്ന് എന്തുവിനറിയോ? ഈഗോ, വൃത്തികെട്ട ഈഗോ. ഒരാൾ മറ്റൊരാളെക്കാൾ വലുതാണെന്ന് തോന്നി തുടങ്ങുന്ന ആ നിമിഷം പ്രശ്നങ്ങൾ തുടങ്ങുകയായി. പിന്നെ അടിയായി, പിടിയായി, ഇറങ്ങിപ്പോക്കായി. എന്റെ ലൈഫിൽ സംഭവിച്ചതുപോലൊന്ന് അഞ്ജുവിനുണ്ടാകരുത്. ഇപ്പോഴത്തെ അവരുടെ പോക്ക് വെച്ച് ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള പേടിയാ എനിക്ക്. ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ ഒരു പ്രധാന പ്രശ്നം കരിയറിന് പിറകെ ഓടുന്നതിനിടയിൽ അവരെ ജീവിക്കാൻ മറന്നുപോകുന്നെന്നുള്ളതാണ്. അവരുടെ തിരക്കുകൾക്കിടയിൽ അവർ പരസ്പരം സ്നേഹിക്കാനും കെയർ ചെയ്യാനും മറന്നുപോകുന്നു. പക്ഷെ ശ്രീധരന്റെ കാര്യത്തിൽ അങ്ങനൊരു പ്രശ്നമില്ല. അയാൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. കേട്ടിടത്തോളം അയാൾക്ക് എഴുത്തിലാണ് മറ്റെന്തിനേക്കാളും താല്പര്യം. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ ശ്രീധർ അഞ്ജുവിനെ ഉപേക്ഷിച്ചു പോകുന്നൊന്നും എന്തു പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. അഞ്ജുവിനോട് ഞാൻ കൂടുതൽ ഫ്രീഡം എടുക്കുന്നൊന്നും വിചാരിക്കരുത്. ഈ ലേഡീസിന്റെ സെലക്ഷൻ നിങ്ങൾക്കല്ലേ അറിയൂ. ഇറ്റ്സ് ഓക്കെ. റോയ് ഓർക്കുമെങ്കിലും ചെയ്തല്ലോ. സോറി. ഏയ് നത്തിങ്. ഇതെങ്ങനുണ്ട്? റോയുടെ വൈഫ് കാണാൻ എങ്ങനെ? ഫെയർ ആണോ? അതൊന്നും നോക്കണ്ട. അഞ്ജുവിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യ്. ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. വാവ്. ഹൗസ് ഇറ്റ്? മാഡം, ഈ ഡയമണ്ട്സ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ്. ഹാറ്റ്സ് ആൻഡ് ആരോസ്, എ റെയർ കളക്ഷൻ. ഓ, Actually, it suits you well. thanks. Why don't you keep it? Hey, I'm not joking. എനിക്ക് നമുക്ക് വേറെ സെലക്ട് ചെയ്യാം. You keep it. ഏയ് വേണ്ട. റോയ് വൈഫിന് വേണ്ടി സെലക്ട് ചെയ്തല്ലേ. അവൾ എന്തിട്ടാലും കണക്കാ. You keep it. മാഡത്തിന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. ഏയ് റോയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ, വൈഫിനും ഇഷ്ടപ്പെടും. Are you sure? You can keep it, I'm saying. I'm sure. ഇത് പാക്ക് ചെയ്തോളൂ. വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിൽ അഞ്ജുവിനൊന്നും തോന്നരുത്. അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനായിട്ടൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റി. ഏയ് ദാറ്റ്സ് ഓൾ റൈറ്റ് റോയ്. ടു ബി ഓണസ്റ്റ് അഞ്ജു, ആനിയും ഞാനും രണ്ട് മനസ്സുമായിട്ടാണ് ഇന്നും ആ വീട്ടിൽ കഴിയുന്നത്. അവൾക്കും അവളുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു ഔട്ട്സൈഡറാണ്. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം സൊസൈറ്റിയിൽ നിലയും വിലയും ഉണ്ടായ ഒരുത്തൻ. അഞ്ജുവിന് എൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. ജീവിതം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേ ദിശയിലേക്കല്ലേ. അഞ്ജുവിനോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരാശ്വാസം. അഞ്ജു പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് റോയ്. അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീക്ക് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു പക്ഷെ അതാവാം എനിക്ക് ശ്രീ ഇപ്പോഴും വെറുക്കാൻ പറ്റാത്തതിന്റെ കാരണം. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. Hello, Priya. How are you, baby? Shall I come now? പ്രേമിക്കുന്നു എന്ന് പറഞ്ഞു
കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, ജീവിതം തരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കണ്ടോ അവൻ ചെയ്ത പണി? നല്ല അടിപൊളിയായിട്ടാണ് കല്യാണക്കുറി അടിച്ചിരിക്കുന്നത്. നോക്ക്. ഹാട്ടിൻ റാണിക്ക് പേടിരാജ ഒരിക്കലും സെറ്റ് ആവൂല. ചീട്ടിലെ ജോക്കറിനെ പോലെ നമ്മുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും തട്ടിക്കളിക്കാൻ പാടില്ല. എന്നെ കാണാൻ ജോക്കറിനെ പോലെ ഉണ്ടെങ്കിലും ഞാൻ എന്നും ഒരു കിങ് ആടി എന്റെ മോളെ. അങ്ങനെ വേണം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ. ഇവനെ ഇങ്ങനെ വിടരുത്. നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നരസിംഹൻ. അമ്മാവോ അല്ല പെണ്ണെങ്ങനെ ഉണ്ടാവും? കൊള്ളാം. അതിന് നിങ്ങൾ കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. കാർഡില് പെണ്ണിന്റെ ഫോട്ടോ ഇട്ടാ നീ അവളെ കണ്ടുകളയുന്ന മനഃപൂർവ്വം നിന്റെ അച്ഛൻ ഇടാത്തതാ. ആ പെണ്ണിനെന്താ അച്ഛൻ ഈ കാണിച്ചു തരാതിരുന്നത്? കാണിച്ചെന്നാ നീ സംസാരിച്ച് ടോക്കൺ ഇട്ടാലോന്ന് ആലോചിച്ചിട്ടാവും. അമ്മാണ് എന്താ ഈ സംസാരിക്കുന്നത്? ഉള്ളതാ. ഞാൻ തെറ്റായിട്ട് എന്ത് പറഞ്ഞെന്നാ? അഡ്രസ് കിട്ടിയാ ചെലപ്പോ ഇവ അവിടെ പോയി വെടിവഴിപാട് നടത്തുന്ന എന്റെ ഡൗട്ട്. വായിൽ വന്നതൊന്നും കേറി പറയില്ലേ മാമ. ഇന്നത്തെ കാലത്ത് സാധാരണയായിട്ട് സംസാരിച്ചാൽ തന്നെ അത് ഡബിൾ മീനിങ് ആയി പോകും. ശ്രീദേവി ഇവിടെ വിളിക്കുന്നത്. ഇതെടുത്തോ മാമ, അതെനിക്ക് തരുമോ? ഹലോ. നീ ഒരുപാട് സന്തോഷത്തിലാന്ന് തോന്നുന്നു. വിവാഹമല്ലേ? എന്താ കഴിഞ്ഞായിരുന്നോ? നീ ഇല്ലാതെ അതെങ്ങനെ കഴിയും? പക്ഷേ കാർഡില് പെണ്ണിന്റെ പേര് വേറെയാണല്ലോ. ഇവളെങ്ങനെ അറിഞ്ഞതാ? അത് സത്യം തന്നെയാണ്. എന്റെ അച്ഛന് ഈ ലവ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല. ഇത് നടക്കുന്നത് എന്റെ അച്ഛന്റെ ഇഷ്ടപ്രകാരം. നടക്കോ? നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ എല്ലാം തുറന്നു പറയും. അദ്ദേഹം ആരെ കാണിച്ചാലും ഞാൻ വേണ്ടെന്നേ പറയൂ. അവസാന നിമിഷം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. പറ്റിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വരും. അദ്ദേഹം തന്നെ പറഞ്ഞായി. നിന്നെയാണ് ഞാൻ പ്രേമിച്ചത്. നിന്നെ മാത്രമേ നീ കിട്ടൂ. ഹണിമൂണിന് 7 വണ്ടേഴ്സിലേക്ക് നീ ഞാനും മാത്രം. പിന്നെ ഞാനോ? സോറി ക്രിഷ്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കേ. ബൈ ബൈ. എന്റെ അമ്മോ, നീ ഒരു സംഭവം തന്നെയാടേ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താണല്ലോ. വീണ്ടും ഇവിടെ അടിക്കുന്നത്. നിന്റേതല്ല, എന്റേതാ. ഓഹോ, ആരെ? ഹലോ ഗൂഗിൾ. ഡോക്ടർ മന്ദാകിനി. ഒന്ന് കട്ടി കിടപ്പില്ലേ? സംസാരിക്കും. നിന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. നീ കട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടു. ബേബി ഒന്നുമില്ല. കാർഡ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞതാ. നിന്റെ ഇൻവിറ്റേഷൻ കാർഡ് അല്ലേ? നീ എങ്ങനെ അറിഞ്ഞേ? കാർഡ് എനിക്ക് കിട്ടി. എടാ കാർഡ് എങ്ങനെ അയച്ചേ? കൊറിയറിൽ. ആരായി പണി ഒപ്പിച്ചേ? വേറെ ആരെ? ഞാൻ തന്നെ. അതെന്തുകൊണ്ടെന്നാൽ അങ്കിൾ നിനക്ക് വളരെ ക്ലോസ് ആയവർക്കെല്ലാം അയക്കാൻ പറഞ്ഞു. ഇവരെല്ലാം നമുക്ക് വളരെ ക്ലോസ് അല്ലേ, അതുകൊണ്ട് ബുക്ക് പോസ്റ്റിൽ അങ്ങ് അയച്ചു വേളിയാ. ഓ വേണമെങ്കിൽ കൊന്നു തിന്ന്. അത് എന്റെ അച്ഛൻ അയച്ചെന്നാ തോന്നുന്നത്. നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഈ കാർഡ് നിനക്ക് തന്നെ അയച്ചത്. കൃഷ്, അപ്പൊ നമ്മുടെ കാര്യം? വിവാഹം കഴിക്കാം. അപ്പോ ആ കല്യാണം? നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. അയാളെ എന്ത് മാരേജ് ഫിക്സ് ചെയ്താലും ശരി, ഞാൻ നിന്നെ മാത്രമേ കെട്ടൂ. പ്രോമിസ്? പ്രോമിസ്. ഓക്കേ കൃഷ്, ബൈ. ഗുഡ് മോർണിംഗ്. പിടിച്ചോ. ഇന്നലെ എന്താ നടന്നെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? അന്നമ്മ അബദ്ധമൊന്നും കാണിച്ചില്ല. പക്ഷേ ആൻ, she was fun. I liked her. ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം ഇന്നലെയാ. ഇതിനു മുൻപ് എന്ത് ബോറിംഗ് ആയിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലായത്. നമ്മുടെ ലൈഫ് ബോറിംഗും എക്സൈറ്റിംഗും ആക്കുന്നത് നമ്മൾ തന്നെയാ. എക്സൈറ്റിംഗ് ആയി ജീവിക്കണമെങ്കിലേ ഗട്സ് വേണം. ഇഫ് യു ഹാവ് ദാറ്റ്, എവറി ഡേ ഈസ് പാർട്ടി. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ലാതെ ഹാപ്പി ആയിട്ട്. ഓ, ഹാപ്പി ആവാൻ ഭാഗ്യമൊന്നും വേണ്ടെന്നമ്മേ, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ലെന്ന വിചാരം. ആരിൽ നിന്നും തുടങ്ങണമെന്ന് എനിക്കറിഞ്ഞു. ആ കൂട്ടത്തിലെ കോമാളിയിൽ നിന്ന് തന്നെ തുടങ്ങി. ടോണി, അവന്റെ അച്ഛന്റെ ഹോട്ടലാ കാണുന്നത്.
തന്തപ്പടി വടിയായപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ വേറെ അതിലൊരു കൊച്ചുകൊണ്ട് സ്വത്തിന്റെ ഒരു നയാ പൈസ അയാൾ ഇവന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഗതികെട്ട് സ്വന്തം ഹോട്ടലിൽ അച്ഛൻ കിഴി ജോലി ചെയ്യായി പാവം. ഇനി നമ്മുടെ താരയുടെ കാര്യം. അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉള്ളൊരു കുടുംബമുണ്ട്. വീട്ടുകാരുടെ കടം വീട്ടാനാ അവൾ ഇങ്ങോട്ട് വന്നത്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കടവും വീട്ടി ചേട്ടനെ ഡോക്ടറും ആക്കി. പക്ഷേ ഇപ്പൊ ഡോക്ടർക്കും കുടുംബത്തിനും അവളെ തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവളായി. അല്ല, നാട്ടിൽ ഈ മസാജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സാണല്ലോ. പക്ഷേ ഇതൊന്നും അവിടെ ക്യാഷ് മേടിച്ചപ്പോ ചേട്ടനും കുടുംബത്തിനും തോന്നിയില്ല. ഇപ്പൊ ഈ കാണുന്ന കൂട്ടുകാരൊക്കെയാ അവക്കാകെയുള്ള കുടുംബം. അന്നമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ ഒരു വീടുണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചയും അനിയനും ചേർന്നുള്ള കുടുംബമുണ്ട്. ഡു യു റിയലൈസ് ഹൗ ലക്കി യു ആർ? അവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ഫ്രീ ആയി എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ബിറ്റർ ടൈംസ് മേക്സ് ദ സ്വീറ്റ് വൺസ് ബെറ്റർ. അവർക്കറിയാം സന്തോഷത്തിന്റെ വില എന്താണ്. നമുക്ക് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കാകെ നിയന്ത്രിക്കാവുന്നത് ഈ നിമിഷമാണ്, ദിസ് മൊമെന്റ്, ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ റിഗ്രറ്റ്സ്. Chambara